ഡൽഹി സ്ഫോടനത്തിനായി 2 കിലോയിലധികം അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ചതായി സ്ഥിരീകരണം വന്നിരിക്കുന്നു. വെള്ളക്കോളർ ഭീകര സംഘത്തിൽപ്പെട്ട ഡോക്ടേഴ്സിനെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോഴും തുടരുകയാണ്. സ്ഫോടക വസ്തുക്കൾ സീൽ ചെയ്യുമ്പോഴാണ് കാശ്മീരിലെ നൗഗാം പോലീസ് സ്റ്റേഷനിൽ സ്ഫോടനമുണ്ടായതെന്ന് മൊഴി വന്നിരിക്കുന്നു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഈ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യും. ഗുഡ് മോർണിംഗ് അച്യുതൻ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ചില അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതാണ്ട് 2 കിലോയിലധികം അമോണിയം നൈട്രേറ്റും ഡിറ്റണേറ്ററും പെട്രോളിയവും ഉപയോഗിച്ചാണ് ഈ സ്ഫോടക വസ്തു തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് അന്വേഷണ സംഘം നിലവിൽ വിലയിരുത്തിയിരിക്കുന്നത്. ഇതൊരു 10 മിനിറ്റിനുള്ളിൽ നിർമ്മിച്ചെടുക്കാവുന്ന തരത്തിലാണ് ഈ സ്ഫോടക വസ്തുവിന്റെ നിർമ്മാണം. പക്ഷേ ഇത് എവിടെ വെച്ച് നിർമ്മിച്ചു എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇതുവരെയും വ്യക്തത ലഭിച്ചിട്ടില്ല. 52 സാമ്പിളുകളാണ് ഇതിനോടകം തന്നെ ഈ സ്ഫോടക സ്ഥലത്ത് നിന്ന് FSL ശേഖരിച്ചിട്ടിരിക്കുന്നത്. അതിൽ വിശദമായ പരിശോധനകൾ തുടരുന്നുണ്ട്. ചെങ്കോട്ടയ്ക്ക് സമീപത്തെ പാർക്കിങ്ങിൽ വെച്ചാണോ ഉമർ ഇത് നിർമ്മിച്ചത് എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം. അതുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. അവിടെ കാർ ഏറെ നേരം നിർത്തിയിട്ടിരുന്നു. അതിനുശേഷമാണ് ഈ സിഗ്നലിനടുത്തേക്ക് കാർ മെല്ലെ നീങ്ങി എത്തുന്നത്. അപ്പോൾ അക്കാര്യങ്ങൾ പരിശോധിക്കുന്നു. അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും വെച്ച് നിർമ്മിച്ചിട്ടാണോ ഡൽഹിയിലേക്ക് ഈ വാഹനം പ്രവേശിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ NIA സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. ഇതിനായി CCTVകൾ കേന്ദ്രീകരിച്ചും ഈ ഉമറിൻ്റെ ആ ഒരു റൂട്ടും സഞ്ചരിച്ച യാത്രാമാർഗം ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് NIA അത്തരം കാര്യങ്ങളിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ വിദേശത്തുള്ള മുസഫർ റാത്തറിന് വേണ്ടിയിട്ടുള്ള നീക്കവും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ നടത്തുന്നുണ്ട്. ഇന്റർപോളുമായി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഈ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നത്. മാത്രമല്ല, നിലവിൽ ഇതിനോടകം തന്നെ അറസ്റ്റിലായിട്ടുള്ള കസ്റ്റഡിയിലുള്ള പലരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൽ ഹവാല പണമിടപാട് നടന്നിട്ടുള്ളതായുള്ള ചില അനുമാനങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. ഏതാണ്ട് 20 ലക്ഷത്തോളം അനധികൃത പണം ഉമറിന് ലഭിച്ചിരുന്നു എന്ന് ചില കണ്ടെത്തലുകൾ ഉണ്ട്. അപ്പോൾ അത്തരം ചില ഹവാല ടീമുകൾ കൂടി ഇതിൻ്റെ പിന്നിലുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന കാര്യം കൂടി ഇപ്പോൾ അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നു. ഇതേ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഈ നൗഗാമിലുണ്ടായത്. കാരണം ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളായിരുന്നു ശ്രീനഗറിലെ നൗഗാം പോലീസ് സ്റ്റേഷനിലെ പൊട്ടിത്തെറിക്ക് കാരണമായത്. അതിൽ സാക്ഷിമൊഴികൾ പറയുന്നത് എന്നുള്ളത് ഇത് ഈ സ്ഫോടക വസ്തുക്കൾ സീൽ ചെയ്യുന്നതിനിടയിലാണ് ഈ ഒരു വലിയ സ്ഫോടനം ഉണ്ടായത് എന്നാണ് സാക്ഷിമൊഴികൾ പറയുന്നത്. നിലവിൽ ഇതിലൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടുണ്ട്. ആ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ വശങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു അച്യുതൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.